ഇംഗ്ലീഷ് സ്കോർ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ബട്ട് ഏത് ടൈമിലാണ് ഇംഗ്ലീഷ് സ്കോർ വേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണിത്. ഓസ്ട്രേലിയൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്കോർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. പല നഴ്സസും നല്ലപോലെ എഫേർട്ടും മണിയും ഇട്ടിട്ടൊക്കെ ആയിരിക്കും ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ OETക്കൊക്കെ നല്ല ചാർജാണ് വരുന്നത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകുന്നതിന് പകരം നിങ്ങൾ റൈറ്റ് ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ ആ സെയിം സ്കോർ കാർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനും ഓസ്ട്രേലിയൻ്റെ PR പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി ആപ്ര രജിസ്ട്രേഷന് വേണ്ടി 2 years ആണ് വരുന്നത്. നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ആപ്രയുടെ കേസ് മാനേജർ ലാംഗ്വേജ് ടെസ്റ്റ് ചോദിക്കുക. അതല്ലാതെ NCLEX അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മോസ്കി അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ടി വരാറില്ല. ബാക്കിയുള്ള കൺട്രി നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല. ബട്ട് ഓസ്ട്രേലിയ സ്റ്റിൽ ഓപ്പൺ ആണ്. അവിടെ ഇന്റർവ്യൂസും റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സ്കോറിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ പല വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ നഴ്സസിന് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് സ്കോർ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ബട്ട് ഏത് ടൈമിലാണ് ഇംഗ്ലീഷ് സ്കോർ വേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണിത്. ആദ്യം തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇന്ത്യയിലും അതുപോലെ തന്നെ വേറെ പല കൺട്രീസിൽ നിന്ന് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ആപ്ര രജിസ്ട്രേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ആപ്ര രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഒരു നഴ്സിന് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ NCLEX RN, സെക്കൻഡ് വൺ OSCE, മൂന്നാമത്തേത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. NCLEX RN എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. രണ്ടാമത്തെ എക്സാം OSCE എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് NCLEX ക്ലിയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ്. OSCE എക്സാം ഓസ്ട്രേലിയയിൽ നിന്നാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 2 എക്സാമിനേഷനും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ OBA പ്രോസസ്സ് എന്താണെന്നുള്ളതും NCLEX OSCE എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളാണെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ചാണല്ലോ. ലാംഗ്വേജ് റിക്വയർമെൻറ്റും എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്കോറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, എത്ര സ്കോറാണ് വേണ്ടത്, ക്ലബിംഗ് അലൗഡ് ആണോ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഏത് സ്റ്റേജിലാണ് സ്കോർ വേണ്ടി വരിക, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 സ്റ്റെപ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ആദ്യത്തെ 2 സ്റ്റെപ്പാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് ലാംഗ്വേജ് ടെസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിൽ മതിയാവും. ആദ്യം വേണ്ടത് NCLEX RN. NCLEX RN അറ്റൻഡ് ചെയ്യുക, OSCE അറ്റൻഡ് ചെയ്യുക, ഫൈനലി ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക. പലർക്കും ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പേടി ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ചില നഴ്സസിന് അവരൊന്നും 2 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവാം. ബട്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്കോർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. നമ്മൾ പല കൺട്രിയിലേക്കും നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന കൺട്രി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് ആ ഒരു കൺട്രിയിൽ റീച്ച് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ മാത്രം പ്രോസസ്സ് നോക്കുന്നവരുണ്ട്. ബട്ട് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ ആ ഒരു കൺട്രി നിങ്ങൾ ചെന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് കുറച്ച് ഡ്യൂറേഷനും ടൈമും മണിയും എഫേർട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ടൈം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടും നല്ല രീതിയിലുള്ള ടൈം കിട്ടുന്നതാണ്. ആദ്യം നിങ്ങൾ NCLEXനെ കുറിച്ച് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ കോച്ചിങ് എടുക്കുക, എക്സാം എഴുതുക, ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം OSCEൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വൺസ് OSCE എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ NCLEXൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഈ 2 സ്റ്റേജിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കോർ എടുക്കാവുന്നതാണ്.
നേരത്തെ എടുത്ത് വെക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു 1 ഇയർ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എടുത്ത് വെച്ച സ്കോർ ആണെങ്കിൽ നിങ്ങൾക്കത് PR-ൻ്റെ സമയത്ത് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ സ്കോർ എടുത്താൽ മതി എന്ന് പറയുന്നത്. പല നഴ്സസും നല്ലപോലെ എഫേർട്ടും മണിയും ഇട്ടിട്ടൊക്കെ ആയിരിക്കും ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ OET-ക്കൊക്കെ നല്ല ചാർജാണ് വരുന്നത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് പോകുന്നതിന് പകരം നിങ്ങൾ റൈറ്റ് ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ ആ സെയിം സ്കോർ കാർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനും ഓസ്ട്രേലിയൻ്റെ PR പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് സ്കോർ വരുന്നത്. പിന്നെ ചില നഴ്സസിന് അവർക്ക് ഒരു കോൺഫിഡൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ NCLEX എക്സാം കഴിഞ്ഞ് അത് പാസ്സായതിനു ശേഷം അറ്റൻഡ് ചെയ്യുക. കാരണം NCLEX RN തിയറി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പഠിക്കാനുണ്ടാവും, കോച്ചിങ് എടുക്കാനുണ്ടാവും. പിന്നെ നമുക്ക് ഡേറ്റ് കിട്ടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് മാസങ്ങൾ എടുക്കുന്നുണ്ട് NCLEX Rൻ്റെ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം അറ്റൻഡ് ചെയ്ത് വെച്ചാൽ അത്രയും മാസം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാലിഡിറ്റി കഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ NCLEX ക്ലിയർ ആയതിനു ശേഷം കുറച്ച് പേടിയുള്ള കാൻഡിഡേറ്റ്സ് ആണ്, കോൺഫിഡൻസ് കുറവാണ്, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ NCLEX ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾക്ക് OSCE എന്നുള്ളൊരു ടാസ്ക് മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതല്ലാത്തവരാണ് ലാംഗ്വേജിൽ ഓക്കെയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ കിട്ടും, നന്നായിട്ട് കോച്ചിങ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ലാംഗ്വേജ് ടെസ്റ്റ് OSCE പാസ്സായതിനു ശേഷം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി APRA രജിസ്ട്രേഷന് വേണ്ടി 2 ഇയേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് APRAയുടെ കേസ് മാനേജർ ലാംഗ്വേജ് ടെസ്റ്റ് ചോദിക്കുക. അതല്ലാതെ NCLEX അറ്റൻഡ് ചെയ്യുന്ന സമയത്തും OSCE അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ടി വരാറില്ല. നമ്മൾക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ ഒത്തിരി നഴ്സസ് ആദ്യം തന്നെ സ്കോർ എടുത്ത് വെച്ചത് കൊണ്ട് അവർക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ടൈം ഡ്യൂറേഷൻ കുറച്ച് ലെങ്തി പ്രൊസീജിയർ ആയിരുന്നു. കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാവൽ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നഴ്സസിന് രണ്ടാമത് അറ്റൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ആദ്യം എടുത്തത് തന്നെ കുറേ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും. രണ്ടാമത് പിന്നെയും ആ ഒരു സ്കോർ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കോർ ഇതുവരെ എടുക്കാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം സ്കോർ എടുക്കുക. അതല്ല കുറച്ച് ഫിയറോ കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCLEX പാസ്സായതിനു ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ഇനി ഓൾറെഡി ക്ലിയർ ചെയ്ത് വെച്ചവരാണെങ്കിലോ, ഓസ്ട്രേലിയയുടെ സ്കോർ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഓസ്ട്രേലിയയുടെ പ്രോസസ്സിന് ഏകദേശം 1 ഇയർ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോറിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കോറിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ള കൺട്രി നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവില്ല. ബട്ട് ഓസ്ട്രേലിയ സ്റ്റിൽ ഓപ്പൺ ആണ്. അവിടെ ഇൻ്റർവ്യൂസും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വർക്ക് വിസയിൽ പോകാൻ താല്പര്യമില്ലാത്ത നഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് PR വിസ എന്ന് പറയുന്നത്. ബട്ട് ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്യണമെങ്കിലും APRA രജിസ്ട്രേഷൻ വേണം. ഈ 3 സ്റ്റെപ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് PR എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കോറിൻ്റെ കാര്യത്തിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ PR-ൻ്റെ കാര്യം നോക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് സ്കോറിൻ്റെ വാലിഡിറ്റി വേണം. ഓസ്ട്രേലിയൻ PR-ൻ്റെ സ്കോർ വാലിഡിറ്റി കൺസിഡർ ചെയ്യുന്നത് 3 വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ NCLEX പാസ്സായിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓസ്ട്രേലിയയുടെ PR വിസയുടെ സമയത്തും സ്കോർ ഉണ്ടായിരിക്കും. സോ കുറച്ചുകൂടി സേഫ് ആയിരിക്കും ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ. അറ്റൻഡ് ചെയ്തവരാണ്, ക്ലിയർ ചെയ്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഗൈഡൻസിനും ബാക്കി കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.